സിംഗിൾ ചൈൽഡ് ആയിരുന്നോ അതോ ഡബിൾ ആയിരുന്നു? ഡബിൾ ആയിരുന്നല്ലോ, അതാണ് ഡബിൾ. വീട്ടിൽ ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പോ ഞങ്ങൾ തമ്മിൽ അങ്ങനെ കോൺഫ്ലിക്റ്റുകൾ വരും, ഇടയ്ക്കിടയ്ക്ക് ഇടിച്ചും അടിച്ചും തീർക്കും, അങ്ങനെയൊക്കെയാണ്. ഒരേ ഒരു തവണയാണ് ഞാൻ ചേട്ടനെ നോക്കൌട്ട് ചെയ്ത് കളഞ്ഞു. നോക്കൌട്ട് ഉണ്ടായിരുന്നു, ഒറ്റ തവണ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ജീവിതകാലം മുഴുവൻ ഞാനത് പറഞ്ഞു നടക്കും. ചേട്ടനും പറഞ്ഞു നടക്കുന്നുണ്ടോ? ഇല്ല, ചേട്ടൻ പറയില്ലല്ലോ അത്. അപ്പൊ ഏതായാലും നമ്മൾ ഈ കോൺഫ്ലിക്ട് റെസൊല്യൂഷനുള്ള പുതിയൊരു സൊല്യൂഷനുമായിട്ടാണ് നമ്മൾ ഇന്ന് കൊണ്ടുവരുന്നത്. ഈ വരുന്ന ശനിയാഴ്ച 24-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് പനമ്പള്ളി നഗറിൽ വെച്ചിട്ട് ഒരു പില്ലോ ഫൈറ്റ് നടക്കുന്നുണ്ട്. അതാണ്, കുറച്ച് കാലമായിട്ട് ഒരാളുമായിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ ആ കോൺഫ്ലിക്ട് റിസോൾവ് ചെയ്യാൻ പറ്റിയൊരു സംഗതി എന്ന് മാത്രം കരുതരുത്. ഇത് ആക്ച്വലി ഒരു വളരെ ഫൺ ആക്ടിവിറ്റി ആയിരിക്കും. ആക്ച്വലി അപ്പാരന്റ്ലി ഇസ് ഗുഡ് ഫോർ ദ മൈൻഡ്. നമ്മൾ കുറെ നേരമായിട്ട് പറയുന്നു തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ അടികൂടിയ കാര്യം, പക്ഷെ ഇത് പ്രശ്നങ്ങൾ തീർക്കാനല്ല കേട്ടോ. നമ്മളതൊരു രസകരമായി പിന്നെ ഒരു ബോണ്ടിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ്. ഇതിനെപ്പറ്റി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയാൻ നടത്തുന്ന ആൾക്കാരെ തന്നെ കൊണ്ടുവരുന്നല്ലോ. Pillow fighting championship in the Panambali of the Nagar of the Kochi of the Kerala of the India. Pillow fights ചെറുപ്പം മുതലേ നമ്മളൊക്കെ കളിച്ചിട്ടുണ്ടാവും. അതങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് ആയിട്ട് എടുത്തിട്ടില്ല. ബട്ട് ഇഫ് യു ഹാഡ് എ സിബ്ലിംഗ്, ചാൻസസ് ആർ ദാറ്റ് യു ഹാഡ് പില്ലോ ഫൈറ്റ്സ് ഓൾ ദ ടൈം. അപ്പൊ അങ്ങനെ ഈ ഒരു സംഭവം കുറച്ചു കാലമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. ബട്ട് റൈറ്റ് നൗ എറണാകുളത്ത് നമുക്ക് വീണ്ടും ഒരു പില്ലോ ഫൈറ്റിംഗ് ചാമ്പ്യൻ ആവാൻ, ചില ആൾക്കാരുമായിട്ട് പഴയ കണക്കുകളൊക്കെ തീർക്കാൻ ഒരു ചാൻസ്. അയ്യോ, അങ്ങനെ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് ഒരു എന്താ പറയാ, ഒരു ഗ്രഡ്ജ് തീർക്കുന്ന സംഭവമൊന്നുമല്ല കേട്ടോ. ഇത് ഭയങ്കര ഫൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് നമുക്ക് ഇതിന്റെ സംഘാടകരുടെ അടുത്തേക്ക് തന്നെ പോവാം. ഒന്ന് പേര് പറയോ? ഈ ഒരു ഗ്രൂപ്പും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നുള്ളതൊക്കെ ഒരു ഇൻഫർമേഷൻ തരാമോ? സ്പോർട്സ് ആൻഡ് മാനേജ്മെന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് നമ്മളുടെ എറണാകുളം സൗത്തിൽ തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതേപോലെ സ്പോർട്സ് കൾച്ചറിനെയും സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സ്പോർട്സ് മാനേജ്മെന്റ് പ്ലസ് റിസർച്ച് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നമ്മളുടെ സ്പോർട്സ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലാണ് ഈ ഒരു പറയുന്ന പില്ലോ ഫൈറ്റ് ഗെയിം നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്യുന്നത്. കുട്ടികൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങും പിന്നെ കപ്പിൾസ് തമ്മിലുള്ള ഒരു ബോണ്ടിങ്, പിന്നെ പാരന്റ്സും കുട്ടികളും തമ്മിലുള്ള ബോണ്ടിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എൻകറേജ് ചെയ്യാനും കൂടിയിട്ടാണ് ഈ പറയുന്ന റിക്രിയേഷണൽ ഗെയിംസ് നമ്മൾ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആളുകൾ തമ്മിലുള്ള ബോണ്ടിങ് ഉണ്ടാക്കാനാന്ന് പറഞ്ഞു. ഈ ഫൈറ്റ് ചെയ്താണോ നമ്മൾ ബോണ്ടിങ് ഉണ്ടാക്കുക? അതിന്റെ പിന്നിലെ സൈക്കോളജി എന്താണ്? ആക്ച്വലി ബോണ്ടിങ് ഉണ്ടാക്കാന്ന് പറയുന്നത് ഗെയിമിലൂടെ നമുക്ക് പല രീതിയിലുള്ളൊരു കണക്ഷൻ ആണ് കിട്ടുന്നത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ പേപ്പർ ക്രിക്കറ്റ് ഒന്ന് സ്കൂളിലൊക്കെ നമ്മൾ സ്ഥലമില്ലാത്ത സമയത്താണ് നമ്മൾ ഓരോ കാര്യങ്ങളും കണ്ടുപിടിച്ച് പേപ്പറും ബോളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പാക്ട് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ്. അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ, അവർ ലോ മേക്ക് ചെയ്യുന്നു, ഒരു ഡിസിഷൻ മേക്കിംഗ്, അതൊക്കെ ഒരു റിക്രിയേറ്റിംഗ് ആയിട്ടുള്ള ലൈക്ക് പ്രോബ്ലത്തെ അവർ സോൾവ് ചെയ്യാനുള്ള ഒരു കണ്ടുപിടുത്തങ്ങളാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ്. ലൈക്ക് അവർക്കൊരു എൻഗേജ്മെന്റ് എന്ന രീതിയിലാണ് നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് പില്ലോ ഫൈറ്റ് എന്ന രീതിയിലുള്ള ഒരു ഗെയിമും ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ അത് വീടുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പണ്ട് നമ്മൾ ഓണത്തിലായാലും അല്ലെങ്കിൽ വെറുതെ കസിൻസ് ആയിട്ട് അല്ലെങ്കിൽ സിബ്ലിങ്സ് ആയിട്ടൊക്കെ നമ്മൾ അടിച്ച് കളിക്കാറുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ സ്വന്തമാണ് എന്നൊരു ഫീലിംഗ്സും കൂടി അവിടെ ഉണ്ട്. ഒബ്വിയസ്ലി നമ്മൾ ഇതെല്ലാം വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു കാഷ്വൽ എൻവയൺമെന്റിലാണ് കളിച്ചിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ ഇതിനൊരു ആക്ച്വൽ ഗെയിം ആക്കുമ്പോൾ ഈ പില്ലോ ഫൈറ്റിംഗിന്റെ റൂൾസ് ഒക്കെ എങ്ങനെയാണ്? ഈ റൂൾസ് എന്ന് പറയുമ്പോൾ 3 റൗണ്ടാണ് മാക്സിമം വരാറ്. 90 സെക്കൻഡ്സ് ആണ് ഒരു റൗണ്ട് പോകുന്നത്. അതിൽ 30 സെക്കൻഡ്സ് നമുക്കൊരു ബ്രേക്ക് വരും. ഓ, അത് ശരി. അപ്പൊ അങ്ങനെ 90 സെക്കൻഡ്സിന്റെ 3 റൗണ്ട് 2 പേര് തമ്മിൽ ഉണ്ടാവും. അതെ അതെ അതെ. ഓ, അപ്പൊ ബോക്സിംഗ് ഒക്കെ പോലെയാണ്. അതെ അതെ. നിങ്ങൾ തന്നെയാണ് പില്ലോ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? ഒരേപോലത്തെ പില്ലോ ആയിരിക്കണം. അതെ അതെ അതെ. ഇതെങ്ങനെയാണ് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ഔട്ട്സൈഡേഴ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്? യെസ്. ഓൾ കൊച്ചി നമ്മൾ വെൽക്കം ചെയ്യാണ്. ഈ വരുന്ന ശനിയാഴ്ച 24th KMA ഹൗസ് പനമ്പള്ളി നഗർ 3 മണി തൊട്ട് 6 മണി വരെയാണ് നമ്മുടെ പ്രോഗ്രാം വരുന്നത്. ആൻഡ് ഇത് റിംഗ് ഒക്കെ ഉണ്ടോ? ഇതിന്റെ റിംഗിന്റെ പുറത്ത് പോയാൽ ഔട്ട് ആവും അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതിന്റെ റിംഗ് എന്ന് പറയുന്നത് ബെഡ് വെച്ചിട്ടാണ്. നമ്മുടെ ബെഡാണ് നമ്മൾ ബോക്സിംഗ് റിംഗ് പോലെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഒരാളെങ്ങനെ ജയിക്കുന്നത് ഇതിൽ പോയിന്റ്സ് ഉണ്ട്. നമ്മൾ തലക്കടിക്കുകയാണെങ്കിൽ 2 പോയിന്റ്, അണ്ടർ ആം ആൻഡ് ചെസ്റ്റ് അടിക്കുമ്പോൾ 3 പോയിന്റ്സ്, പിന്നെ ആംസിൽ അടിക്കുകയാണെങ്കിൽ 1 പോയിന്റ്, പിന്നെ പില്ലോ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് മാർക്സും ഉണ്ട്. പിന്നെ നമ്മൾ വീഴുമ്പോഴും നെഗറ്റീവ് പോയിന്റ്സ് ഉണ്ട്. കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ. ഹെൽത്തി ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ലൈക്ക് പില്ലോ ബോഡി വെച്ച് അറ്റാക്ക് ചെയ്യരുത്. അങ്ങനത്തെ കുറച്ച് റെഗുലേഷൻസും കൂടിയുണ്ട്. റെഫറി ഉണ്ടോ? റെഫറി